The next topic is advantages of job evaluation. First one is reduction in inequalities in salary structure. നമ്മുടെ സാലറി സ്ട്രക്ചറിലുള്ള ഇനീക്വാളിറ്റീസ് നോർമലി നമുക്ക് ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന 2-3 പേർക്ക് ഡിഫറെൻറ്റ് സാലറി ആണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും എന്താ എംപ്ലോയീസ് തമ്മിലൊരു ക്ലാഷ് ഉണ്ടാവും. എന്താണ് നിനക്ക് കൂടുതൽ സാലറി, എന്തുകൊണ്ട് എനിക്ക് കുറവ് സാലറി, അങ്ങനെയുള്ള ക്ലാഷുകൾ. എന്നാൽ ഇവിടെ ജോബ് ഇവാലുവേഷൻ ഉണ്ടെങ്കിൽ സാലറി ഈസ് ബേസ്ഡ് അക്കോർഡിംഗ് ടു ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ഈച്ച് ജോബ്. ഓരോ ജോലിയുടെയും വാല്യൂവിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ഫിക്സ് ചെയ്യണത്, സാലറി ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എ എന്ന് പറയുന്ന ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഒരേ റേറ്റ് സാലറി ആയിരിക്കും, ജോബ് ബി ചെയ്യുന്ന എല്ലാവർക്കും ഒരേ റേറ്റ് സാലറി ആയിരിക്കും. അതുകൊണ്ട് എന്തുണ്ടാവില്ല, ഇനീക്വാളിറ്റീസ് ഓഫ് സാലറി ഇൻകം അവിടെ വളരെ കുറവായിരിക്കും. ഓക്കെ, ഇനി ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് പീപ്പിൾ ഇൻ ദെയർ മോട്ടിവേഷൻ ഇസ് ഡിപ്പെൻഡ് അപ്പോൺ ഹൗ വെൽ ദ സാലറി സ്ട്രക്ചർ ഈസ് ഡൺ. എങ്ങനെയാണ് സാലറി എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഒരു വ്യക്തിയുടെ മോട്ടിവേഷൻ ഫാക്ടർ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോബ് വാല്യുവേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ഇൻ സാലറി ഇൻകത്തിൽ കൺസിസ്റ്റൻസി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല, ഇനീക്വാളിറ്റീസ് ഇൻ സാലറി ഇൻകം ഉണ്ടാവില്ല. സെക്കൻഡ് വൺ ഈസ് സ്പെഷ്യലൈസേഷൻ. എന്താ സ്പെഷ്യലൈസേഷൻ എന്ന് പറയണേ? ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ. ഒരു വർക്കിൽ ഏറ്റവും എക്സ്പേർട്ടായിട്ടുള്ള വ്യക്തികളെ ആ വർക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ഒരേ ജോലിയിൽ ഒരുപാട് നാൾ ചെയ്യുമ്പോൾ ദേ വിൽ ബിക്കം സ്പെഷ്യലൈസ്ഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ജോബ്. സോ ബിക്കോസ് ഓഫ് ദിസ് ഡിവിഷൻ ഓഫ് ലേബർ ആൻഡ് സ്പെഷ്യലൈസേഷൻ എ ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസ് ഹവ് ഗോട്ട് ഹൺഡ്രഡ്സ് ഓഫ് ജോബ് ആൻഡ് മെനി എംപ്ലോയീസ്. ഈ ഒരു സ്പെഷ്യലൈസേഷൻ ഉള്ളത് കൊണ്ട് തന്നെ പല സ്ഥാപനങ്ങൾക്കും ഒരുപാട് എംപ്ലോയീസിനെയും കിട്ടും, അതുപോലെ ഒരുപാട് ജോലിയും കിട്ടും, അല്ലേ? അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് തന്നെ an attempt should be made to define a job, thereby fix the salary according to it. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു ജോബ് ഇവാലുവേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് അവരുടെ ഓരോ ജോലിനെ ഡിഫൈൻ ചെയ്യണം, എന്നിട്ട് അതിന് അക്കോർഡിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിനെ വേണം നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ദിസ് ഈസ് പോസിബിൾ ഓൺലി ത്രൂ ജോബ് ഇവാലുവേഷനിലൂടെ മാത്രമേ നമുക്കത് സാധ്യമുള്ളൂ. The third one is helps in selection of employees. എന്താണ് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാനായിട്ട് ജോബ് ഇവാലുവേഷൻ ഹെൽപ്പ് ചെയ്യണമെന്ന്. അതെങ്ങനെയാണെന്ന് അറിയോ? ജോബ് ഇവാലുവേഷൻ പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് ഹെൽപ്ഫുൾ അറ്റ് ദ ടൈം ഓഫ് സെലക്ഷൻ ഓഫ് എംപ്ലോയീസ്. നമ്മൾ ഓരോ ജോലിയുടെയും വാല്യൂ എന്താണ്, വാട്ട് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രം ദ എംപ്ലോയീസ്, എന്താണ് അത് എംപ്ലോയീസിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, വാട്ട് ഓൾ ആർ ദ സ്കിൽസ് റിക്വയർഡ് ടു പെർഫോം സച്ച് ജോബ്. ഇതെല്ലാമാണ് ജോബ് ഇവാലുവേഷൻ ഇൻഫർമേഷൻ നമുക്ക് തരണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ the candidates are selected according to this requirement. The factors are predetermined for job evaluation can be taken into account while selecting the candidates. നമ്മൾ കളക്ട് ചെയ്ത് വെച്ച് ജോബ് ഇവാലുവേഷൻ്റെ സമയത്ത് കളക്ട് ചെയ്ത് വെച്ച ഫാക്ടേഴ്സ്, ആ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും ആ ജോലി ചെയ്യാനുള്ള എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യണത്. ഇനി ഫോർത്ത് വൺ ഈസ് ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് മാനേജർ. ഒരു കമ്പനിയിൽ എപ്പോഴും നമുക്കറിയാം, ഏതൊരു സ്ഥാപനമായാലും എംപ്ലോയീസും അതിൻ്റെ ഹയർ ലെവൽ മാനേജേഴ്സുമായിട്ട് എപ്പോഴും എന്തായിരിക്കും, ക്ലാഷ് ആയിരിക്കും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു കോർഡിയൽ റിലേഷൻഷിപ്പ് കാണാനായിട്ട് വളരെ സാധ്യത കുറവാണ്. അപ്പോൾ ജോബ് ഇവാലുവേഷൻ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട മെറിറ്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ദർ വിൽ ബി എ ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് മാനേജ്മെൻറ്റും എംപ്ലോയിയും തമ്മിൽ എന്താ ഉണ്ടാവുള്ളൂ, നല്ല സ്നേഹബന്ധം നിലനിൽക്കും. അതുകൊണ്ട് തന്നെ എന്താ ഉണ്ടാവും, അവിടെ സാലറി കോൺട്രാവേഴ്സിറ്റീസ് അവിടെ ഉണ്ടാവില്ല, സാലറികൾ തമ്മിൽ പറഞ്ഞിട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാവില്ല. കാരണം ദേ ആർ കൺവിൻസ്ഡ്, എംപ്ലോയീസ് കൺവിൻസ്ഡ് ആണ് അവർ ചെയ്യുന്ന വർക്കിൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ച്, അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചുള്ള സാലറിയാണ് അവർക്ക് കിട്ടണമെന്നുള്ളത് കൺഫേംഡ്. അതുകൊണ്ട് എന്താണ്, സാലറി കോൺട്രാവേഴ്സിറ്റി ഉണ്ടാവില്ല, മാനേജ്മെൻറ്റായിട്ട് നല്ല റിലേഷനും ഉണ്ടാവും. ദ നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാൻഡേർഡൈസേഷൻ. ഇവിടെ സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറിയിലുള്ള ഡിഫറൻസ്, the process of determining the salary differentials for different jobs becomes standardized through job evaluation. മാനേജർക്ക് തോന്നിയ പോലെ എംപ്ലോയി എക്ക് ഇത്ര സാലറി, എംപ്ലോയി ബിക്ക് ഇത്ര സാലറി, അങ്ങനെയല്ല ഇവിടെ ഡിറ്റർമിൻ ചെയ്യണം. എന്താണ് ചെയ്യണേ, ജോബ് ഇവാലുവേഷൻ പ്രോസസ്സിലൂടെ ഓരോ ജോബിൻ്റെ വാല്യൂ ആണ് ആദ്യം ഡിറ്റർമിൻ ചെയ്യണത്, അല്ലേ?
എന്നിട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദി ഡിഫറൻസ് ഇൻ വാല്യൂ സാലറി ഡിഫറൻഷ്യൽസ് ആർ ഡിറ്റർമിൻ. അതുകൊണ്ട് എന്താണ് സാലറി ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്, ആർക്കും പരാതിയില്ല. ദിസ് ഹെൽപ്സ് ഇൻ ബ്രിങ്ങിങ് യൂണിഫോമിറ്റി ഇൻ ടു സാലറി സ്ട്രക്ചർ. അതുകൊണ്ട് തന്നെ സാലറി സ്ട്രക്ചറിൽ യൂണിഫോമിറ്റി കൊണ്ടുവരാനായിട്ട് ഇത് സാധിക്കും. ദ സിക്സ്ത് വൺ ഈസ് റെലവൻസ് ഓഫ് ന്യൂ ജോബ്സ്. പുതിയ ജോലികളുടെ ഇമ്പോർട്ടൻസ്. ത്രൂ ജോബ് ഇവാലുവേഷൻ വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ റിലേറ്റീവ് വാല്യൂ ഓഫ് ന്യൂ ജോബ്സ് ഇൻ എ കൺസേൺ. ഒരു കൺസേണിൽ ഒരു ഓർഗനൈസേഷനിൽ ഇതുവരെ ഇല്ലാത്ത പുതിയ ജോലികൾ കൊണ്ടുവരുമ്പോൾ ആ ജോലിയുടെ റിലേറ്റീവ് വർത്ത് അഥവാ വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന് തീരുമാനിക്കാൻ ജോബ് ഇവാലുവേഷൻ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, സോ ദീസ് ആർ ദ മെറിറ്റ്സ് ഓഫ് ജോബ് ഇവാലുവേഷൻ. നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഓൺ ടു ദി ലിമിറ്റേഷൻസ് ഓർ ഡിമെറിറ്റ്സ് ഓഫ് ജോബ് ഇവാലുവേഷൻ. നമുക്കറിയാം ഇറ്റ്സ് നോട്ട് ഫ്രീ ഫ്രം ഡിമെറിറ്റ്സ്. നമുക്ക് എന്തെടുക്കുമ്പോഴും അതിന് ദോഷമുണ്ടോ ഗുണമുണ്ടോ. അപ്പോൾ ജോബ് ഇവാലുവേഷനും ലിമിറ്റേഷനിൽ നിന്ന് ഫ്രീ അല്ല. നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. ജോബ് ഇവാലുവേഷൻ ടേക്ക് എ ലോങ് ടൈം ടു കംപ്ലീറ്റ്. ഇറ്റ്സ് വെരി ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. അതായത് നമുക്ക് വെറുതെ ഒരാൾക്ക് ഊഹിച്ച് ചെയ്യാവുന്ന ഒരു പ്രോസസ്സല്ല ജോബ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് റിക്വയേഴ്സ് ദ സ്പെഷ്യലൈസ്ഡ് ടെക്നിക്കൽ പേഴ്സണൽ ആൻഡ് ഇറ്റ് ഈസ് ക്വൈറ്റ് എക്സ്പെൻസീവ്. അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഈ വാല്യൂ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഹൈലി കോംപ്ലക്സ് ആണ്, ഹൈലി എക്സ്പെൻസീവ് ആണ്. അതോടൊപ്പം തന്നെ എന്തുവാണ് ഇവിടെ ലോങ് ടൈം ടു കംപ്ലീറ്റ്. അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സമയവും എടുക്കും. ദെൻ സെക്കൻഡ് വൺ ഈസ് ഇറ്റ് ടേക്ക് സയൻറ്റിഫിക് പ്രിസിഷൻ ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്. ഇവിടെ വളരെ സയൻറ്റിഫിക് പ്രിസിഷൻ ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്. അതായത് എക്സ്പേർട്ടാണ് വരണമെങ്കിലും നമ്മൾ ഈ ഒരു റാങ്കിങ് ഗ്രേഡിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് സയൻറ്റിഫിക് മെത്തേഡ്സ് ഒന്നും ഫോളോ ചെയ്യണില്ല. ആ എക്സ്പേർട്ടിൻ്റെ പേഴ്സണൽ ജഡ്ജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ജോബിനെ റാങ്ക് ചെയ്യണതും ഗ്രേഡ് ചെയ്യണതും. അതുകൊണ്ട് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്. തേർഡ് വൺ, എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ ജോബ് ഇവാലുവേഷൻ. ദർ ഈസ് നോ സ്റ്റാൻഡേർഡ് ലിസ്റ്റ് ഓഫ് സച്ച് ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മൾ ജോബ് ഇവാലുവേഷനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എടുത്തു അല്ലേ. എന്തൊക്കെയാണ്? വർക്ക് ലോഡ്, പിന്നെ സൂപ്പർവിഷൻ, ഡിഗ്രി ഓഫ് സൂപ്പർവിഷൻ, പിന്നെ സ്കിൽസ് റിക്വയർഡ്, പിന്നെന്താ ട്രെയിനിങ് റിക്വയർഡ്. ഓക്കെ, അങ്ങനെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ ജോബ് ഇവാലുവേഷൻ നടത്തുന്നത്. ബട്ട് വൈൽ ദർ ഈസ് നോ സ്റ്റാൻഡേർഡ്സ് യൂസ്ഡ് ഫോർ ദീസ് ഫാക്ടേഴ്സ്. ഓരോന്നിനും ഇത്ര സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ആ ഒരു എക്സ്പേർട്ട് വരുന്ന വ്യക്തി ആരോ അയാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഗ്രേഡിംഗ് ആണ് അതിന് കൊടുക്കണേ. നാലാമത്തെ, ഇറ്റ് ഇൻട്രൊഡ്യൂസസ് ആൻ ഇൻഫ്ലെക്സിബിൾ വേജ് സ്ട്രക്ചർ. ഇൻഫ്ലെക്സിബിൾ വേജ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു വേജ് സ്ട്രക്ചർ എന്തായിരിക്കും എന്ന്, യൂണിഫോം ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. എന്നാലും നമ്മുടെ ഓരോ പ്രോസസ്സിൻ്റെയും വാല്യൂ മാറുന്നതിനനുസരിച്ച് വേജ് സ്ട്രക്ചറും എന്താവും, മാറിക്കൊണ്ടിരിക്കും. വാല്യൂ കൂടുമ്പോൾ വേജ് കൂടും, വാല്യൂ കുറയുമ്പോൾ വേജ് കുറയും. സോ ഇറ്റ് ഈസ് നോട്ട് എ കൺസിസ്റ്റൻറ്റ് ബട്ട് ഇറ്റ് ഈസ് എ ഫ്ലെക്സിബിൾ വേജ് സ്ട്രക്ചർ. The next fifth point, it does not consider the nature of job. Jobs of equal worth differs in attracting employees. Some jobs offer bright prospect and others not. നമ്മളൊരു ജോബിൻ്റെ വാല്യൂ മാത്രമേ നോക്കണുള്ളൂ. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ നേച്ചർ ഓഫ് ജോബ്. ആ ജോബിൻ്റെ സ്വഭാവത്തെ നമ്മൾ നോക്കണില്ല. എന്ന് പറഞ്ഞാൽ ചില ജോബ് നല്ലോണം എംപ്ലോയീസിനെ അട്രാക്റ്റ് ചെയ്യണതായിരിക്കും, ബട്ട് വൈൽ അതേഴ്സ് ആർ നോട്ട്. എംപ്ലോയീസിന് പൊട്ടൻഷ്യൽ വളരെ അവരുടെ കരിയർ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്നതായിരിക്കും ചില ജോബ്. എന്നാൽ ചിലതോ എത്ര കൊല്ലം വർക്ക് ചെയ്താലും യാതൊരു ഡെവലപ്മെൻറ്റും ഇല്ലാത്ത ജോലിയായിരിക്കും. ഇത്തരം ഫീച്ചേഴ്സ് ഒന്നും തന്നെ ജോബ് വാല്യുവേഷനിൽ കൺസിഡർ ചെയ്യണില്ല. The next, it does not consider individual merit. Individual abilities are not considering. They will seek jobs to other places. ഉറപ്പല്ലേ? ജോബ് ഇവാലുവേഷനിൽ നമ്മൾ എന്താ പറഞ്ഞത്, ജോബിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കും. ഇമ്പോർട്ടൻസ് കൂടിയ ജോലിക്ക് കൂടുതൽ സാലറി കൊടുക്കും, ഇമ്പോർട്ടൻസ് കുറഞ്ഞ ജോലിക്ക് കുറഞ്ഞ സാലറി കൊടുക്കും. ബട്ട് സംടൈംസ് ഇമ്പോർട്ടൻസ് കുറഞ്ഞ വാല്യൂ കുറഞ്ഞ ജോലിയാണെങ്കിലും അത് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ഹൈലി ഏബിളായിട്ടുള്ള വ്യക്തികളായിരിക്കും. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആയിരിക്കും ആ ജോലി ചെയ്യണേ. പക്ഷേ അവരുടെ വേജ് സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? വളരെ കുറവായിരിക്കും. സോ ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ പേഴ്സണൽ എബിലിറ്റി. അപ്പോൾ അവരെന്താ ചെയ്യുക? തനിക്ക് കൂടുതൽ സാധ്യതയുള്ള മറ്റൊരു ജോലി തേടി അവർ പോകും. ഇപ്പം നന്നായി ക്ലാസ് എടുക്കുന്നതാണ്, നന്നായി പഠിപ്പിക്കാൻ കഴിവുള്ള നല്ല എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഫാക്കൽറ്റി, പക്ഷേ അദ്ദേഹത്തിന് കൊടുത്തേക്കുന്നത് ഒരു സിമ്പിൾ ലാംഗ്വേജ് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സും സിമ്പിൾ വർക്ക് അവേഴ്സും അല്ലേ. അപ്പോൾ ആളുടെ വേജ് സ്ട്രക്ചർ അക്കോർഡിംഗ് ടു വർക്ക് ലോഡ് ആളുടെ വേജ് സ്ട്രക്ചർ വളരെ കുറവായിരിക്കും. പക്ഷേ
ആ ആളുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും വലിയ ക്ലാസ്സിൽ ഏറ്റവും ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് എടുക്കാവുന്നതും ഹൈ സാലറി വാങ്ങാവുന്ന പൊട്ടൻഷ്യലുള്ള വ്യക്തിയായിരിക്കും അല്ലേ. സോ ഇറ്റ് വിൽ അഡ്വേഴ്സ്ലി എഫക്റ്റ് ദെയർ ഫ്യൂച്ചർ. അവരെന്ത് ചെയ്യും, തനിക്ക് കൂടുതൽ സാധ്യതയുള്ള മറ്റൊരു ജോലി തേടി പോവും. സോ നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ഓൺലി ഇൻ ലാർജ് കൺസേൺസ്, മോർ ടൈം ആൻഡ് കോസ്റ്റ് ഈസ് റിക്വയർഡ്. ചെറിയ ചെറിയ സ്ഥാപനങ്ങൾക്കൊന്നും ജോബ് വാല്യുവേഷൻ നടത്താൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ടൈം കൺസ്യൂമിംഗ് ആണ്, കോംപ്ലക്സ് ആണ്, അതോടൊപ്പം തന്നെ കോസ്റ്റ് ഹൈ എക്സ്പെൻസീവും ആണ്. ദ നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് എ ടൈം കൺസ്യൂമിംഗ് ആൻഡ് എക്സ്പെൻസീവ് പ്രോസസ്. നയൻത്ത് വൺ, if it only presents the comparative worth of the job within the organization, it does not consider the wage differential with the other organization. നമ്മുടെ ഓർഗനൈസേഷനിൽ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന എക്സ്പേർട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ജഡ്ജ്മെൻറ്റിനെ ബേസ് ചെയ്ത് എത്ര വേജ് ഓർ സാലറി കൊടുക്കണമെന്ന് മാത്രമേ നമ്മൾ നോക്കണുള്ളൂ, അതർ ജോബുമായിട്ട് അതിനെ കമ്പയർ ചെയ്യണില്ല. നെക്സ്റ്റ്, it restricts the collective bargaining power of trade union in respect of fixation of wages. സാധാരണ എല്ലാ സ്ഥാപനങ്ങളിലും വേജ് ഫിക്സ് ചെയ്യുമ്പോൾ ദർ വിൽ ബി എ ട്രേഡ് യൂണിയൻ ഇൻ്റർഫിയറൻസ് അല്ലേ. വേജ് കുറവാണെന്നുണ്ടെങ്കിൽ ട്രേഡ് യൂണിയൻ്റെ ഇൻ്റർഫിയറൻസ് വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ അക്കോർഡിംഗ് ടു ജോബ് വാല്യൂ ആണ് സാലറി ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ട്രേഡ് യൂണിയൻ ഇൻ്റർഫിയറൻസ് ഇവിടെ ഉണ്ടാവില്ല. ദെൻ 11th വൺ, ഇറ്റ് ഈസ് അൺറിയലിസ്റ്റിക്. അൺറിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതല്ലാന്ന്. നമ്മളിവിടെ ഓൺലി കൺസിഡറിങ് സം ഫാക്ടേഴ്സ്, അതും ഒട്ടും സ്റ്റാൻഡേർഡ് അല്ലാത്ത ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് വേജ് ഡിഫറൻസ് ഫിക്സ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ ലേബർ മാർക്കറ്റ് കണ്ടീഷനിൽ ഇതൊരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല. എന്ന് വെച്ചാൽ ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഓഫ് ലേബർ ഫോഴ്സസ്. ചില സ്ഥാപനങ്ങളിൽ ഒരുപാട് ലേബറിനെ നമുക്ക് ആവശ്യമായിട്ട് വരും, ലേബർ റിക്വയർമെൻറ്റ് ഡിമാൻഡ് ഉണ്ടാവും. ചിലയിടത്ത് അതിൻ്റെ സപ്ലൈ വളരെ കുറവായിരിക്കും. ഇതൊന്നും തന്നെ നമ്മളിവിടെ കൺസിഡർ ചെയ്യണില്ല. 12th പോയിന്റ്, പോയിന്റ് മെത്തേഡ് ആൻഡ് ഫാക്ടർ കമ്പാരിസൺ മെത്തേഡ് ആർ നോട്ട് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു, റാങ്കിങ് മെത്തേഡും ഗ്രേഡിംഗ് മെത്തേഡും വെരി ഈസി ടു ഫോളോ ആൻഡ് അണ്ടർസ്റ്റാൻഡബിൾ ബൈ എ കോമൺ പേഴ്സൺ. But point ranking method, it can be done only by an expert, so it is not understood by everyone in the organization. The last one is job evaluation tends to destroy traditional wage differentials among jobs which have had long standing acceptance. ഏറ്റവും ആദ്യത്തെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സീനിയേഴ്സിനാണെങ്കിൽ ഹൈ സാലറി, ന്യൂലി വരുന്ന ഫ്രഷേഴ്സിന് ഒരു സാലറി, പിന്നെ അവർ ചെയ്യുന്ന കൂടുതൽ ടൈം വർക്ക് ലോഡ് ചെയ്യുന്നവർക്ക് ഒരു സാലറി, അങ്ങനെ ട്രഡീഷണൽ വേജ് സ്ട്രക്ചർ ഡിഫറൻഷ്യൽ ഉണ്ട്. അതിനെ ഒന്നും തന്നെ നമ്മളിവിടെ കൺസിഡർ ചെയ്യണില്ല. അതുകൊണ്ട് തന്നെ അത് നോട്ട് ആക്സെപ്റ്റബിൾ ബൈ ഓൾ ആണ്. എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് കാണിക്കുന്നതാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ.